സഖാവ് ബാലേട്ടൻ്റെ ഓർമ്മ ദിനം ഈ 4 ഫെബ്രുവരി 4 പുതിയങ്ങാടി വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസാണ് പങ്കെടുത്തത്. ബാലേട്ടനെ സംബന്ധിച്ച് ഞാൻ പരിചയപ്പെടുന്നത് പാർട്ടിയിൽ വന്ന അന്ന് മുതൽ ബാലേട്ടനായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. കൂടുതൽ ബാലേട്ടനെ പരിചയപ്പെടുന്നത് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലേക്ക് വന്ന് 2001 പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ബാലേട്ടൻ്റെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. 2005 ലോക്കൽ സെക്രട്ടറി ആയതിനു ശേഷം ബാലേട്ടൻ്റെ കൂടെ കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരവും എനിക്കുണ്ടായിട്ട്. ബാലേട്ടനെ സംബന്ധിച്ചോളം ഞാൻ ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ ജൂനിയറും ബാലേട്ടൻ പുതിയങ്ങാടിയിലെ സീനിയർ പാർട്ടി സഖാവാണ്. പക്ഷെ ആ സീനിയോറിറ്റി ഒന്നും ബാലേട്ടൻ്റെ പ്രവർത്തനത്തിൽ ലോക്കൽ സെക്രട്ടറി എന്ന നിലയിൽ ആ ഒരു പരിഗണന തന്നുകൊണ്ട് തന്നെയാണ് അവസാനം വരെ ഞാൻ ലോക്കൽ സെക്രട്ടറി സ്ഥാനം 12 കൊല്ലം ലോക്കൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആ കാലഘട്ടത്തിൽ ബാലേട്ടൻ്റെ കയ്യിൽ സമീപത്തിൽ നിന്നുണ്ടായത്. ബാലേട്ടനെ സംബന്ധിച്ച് പുതിയങ്ങാടിയിലെ പാർട്ടീൻ്റെ ഒരു മുഖമാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും ബാലേട്ടന് കയറി ചെല്ലാനും അവരായിട്ടുള്ള സൗഹാർദ്ദവും പാർട്ടി എന്ന നിലയിലും വ്യക്തിപരമായി ഉണ്ടാക്കിയെടുക്കാൻ പുതിയങ്ങാടിയിലെ ബാലേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. വളരെയേറെ അടുപ്പം കുടുംബങ്ങളായിട്ട് ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും എതിർപ്പ് വരികയാണെങ്കിൽ അത് മറികടക്കുന്നതിന് വേണ്ടി ആളുകളെ കാണാനും സംസാരിക്കാനടക്കം ബാലേട്ടൻ തയ്യാറാവും. ആ രീതിയിൽ പാർട്ടി ഏത് സമയവും പാർട്ടീനെ മാത്രം ചിന്തിച്ച് പോകുന്ന ബാലേട്ടനാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. ബാലേട്ടനെ സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇപ്പം ഞാനൊക്കെ ആയിട്ട് കുടുംബപരമായിട്ടടക്കം ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ബാലേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. പുതിയങ്ങാടിയിൽ ബാലേട്ടൻ എല്ലാ ജനവിഭാഗങ്ങളും അംഗീകരിച്ച് സഖാവാണ്. പാർട്ടീൻ്റെ പുതിയങ്ങാടിയിലൊരു മുഖമായിരുന്നു ബാലേട്ടൻ. ബാലേട്ടൻ്റെ ജീവിതം പുതിയങ്ങാടിയിലെ പാർട്ടി മുന്നേറ്റത്തിൻ്റെ ഭാഗം കൂടിയാണ്. ആ രീതിയിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ജനപ്രതിനിധിയോ അങ്ങനെയൊന്നും ഒരു ആഗ്രഹം ഇല്ലാതെ വെറും പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന ബാലേട്ടനാണ് നമ്മളെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ആ ബാലേട്ടൻ്റെ വിയോഗം നമ്മളെ പാർട്ടിക്ക് വലിയ നഷ്ടമാണ്. എന്നാലും അതൊക്കെ മറികടക്കാൻ പുതിയങ്ങാടിയിലെ പാർട്ടിക്ക് കഴിയും. ബാലേട്ടനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇന്നും കടന്നു വരുന്നൊരു ഓർമ്മ ഞാനൊക്കെ ഇന്നും പിന്തുടരുന്നതാണ്. നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ബാലേട്ടൻ ഒരു മരണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബാലേട്ടൻ ആ മരണ വീട്ടിൽ ബോഡി കിടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ബോഡി ഉള്ള സ്ഥലത്ത് പോയി ബാലേട്ടൻ ചെയ്യുക, ആ ബോഡി ആരെങ്കിലും കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി അവർ ചുമരിനോട് ചാരി ഇരിക്കാൻ ഉള്ള ഇടപെടൽ, അതൊരുവിധം എല്ലാ മരണ വീട്ടിലും ബാലേട്ടൻ ചെല്ലുന്ന മരണ വീടുകളിൽ ഇടപെടുന്ന, നമ്മളെ നാട്ടിൽ ബോഡി കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രീതി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ട്. പക്ഷേ ബാലേട്ടൻ അവിടെ എത്തിപ്പെട്ടാൽ ബാലേട്ടൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് മാറിയിരിക്കാൻ ഉള്ള ഇടപെടൽ നടത്തും. അത് പൂർണ്ണമായിട്ടും ബാലേട്ടൻ അത് വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടേ ഉള്ളൂ ബാലേട്ടൻ അവിടെ നിന്ന് മടങ്ങുക. അത് എൻ്റെ അനുഭവത്തിൽ എൻ്റെ വീട്ടിലടക്കം, എൻ്റെ ഭാര്യ വീട്ടിലടക്കം ബാലേട്ടൻ വന്ന് ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. അത് നല്ല രീതിയാണ്. അത് ഇന്നും ഞാൻ പിന്തുടരുന്നു. ഞാൻ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പിന്തുടരുന്ന ഒരു രീതി. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം അതാണ്. ഈ രീതിയിലുള്ള ഇടപെടൽ ബാലേട്ടൻ നടത്തുമ്പോൾ ഞാൻ ബാലേട്ടനോട് ചോദിച്ചതാണ് ഇതിൻ്റെ കാരണം എന്താണ്. ഇന്നെനിക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം. പക്ഷെ അന്ന് ഈ രീതിയിലുള്ള ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. ബാലേട്ടൻ പറഞ്ഞ് ഇന്നും ഓർക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന മറ്റ് രോഗങ്ങൾ ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് മാറി നിൽക്കണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ബാലേട്ടൻ ഇത് ചെയ്യുന്നത്.
അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു, സമൂഹവും അത് ശരിയാണെന്ന് പറയും. ആ രീതിയിലുള്ള ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ട് ബാലേട്ടൻ പാലിയേറ്റീവിലേക്ക് കടന്നു പോകുന്നത് ഈ രീതിയിലുള്ള ഇടപെടലിൻ്റെ ഭാഗം കൂടിയാണ്. ബാലേട്ടൻ്റെ നല്ല ഓർമ്മകൾ മുന്നിൽ വെച്ചുകൊണ്ട് പാർട്ടി ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടിക്കെതിരെ നടക്കുന്ന അതിശക്തമായ പ്രചരണത്തിനെതിരെ പാർട്ടി സഖാക്കൾ മുഴുവൻ ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്